ഓം ശാന്തി. നെഗറ്റീവ് എനർജി വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് പേരായി എൻ്റെ അടുത്ത് പരാതി പറയുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീടിൻ്റെ ഉപയോഗിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മുറിയിലായിരിക്കും, മറ്റൊരു മുറിയിൽ നടക്കുന്ന പോലെ ശബ്ദം കേൾക്കുക. ഗ്രൗണ്ട് ഫ്ലോറിലാവുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നടക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. എന്നെ ആരോ വിളിച്ച പോലെ തോന്നുന്നു, ആരോ നീങ്ങിയ പോലെ തോന്നുന്നു. ഇങ്ങനെ നെഗറ്റീവ് എനർജിയുടെ ഭയപ്പെടുത്തുന്ന ചിന്തകളും അത്തരത്തിലായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ കുറേ സമയമായിട്ട് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു സങ്കടമാണ്. അതിനെന്താ ചെയ്യേണ്ടത് എന്ന് എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് അതിനുള്ളതായിരിക്കും ഒരു ചെറിയ റെമഡി. വേറൊരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ളത്. ഒന്നും കൂടെ അത് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയും കൂടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, ഒരു നല്ല കുപ്പി ഗ്ലാസ് എടുക്കുക. അതിലൊരു ഫുൾ നാരങ്ങ, ഒരു കഷ്ണം നാരങ്ങയല്ല, ഒരു ഫുൾ നാരങ്ങ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരു കഷ്ണം ഇട്ടാൽ മതിയോ, എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നത് കൊണ്ട് ആ കമൻസാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അഥവാ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലം എന്താണ് അതും നിങ്ങൾ വന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ ഒരു ഫുൾ നാരങ്ങ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ഫുൾ നാരങ്ങ എടുക്കുക. ഒരു ഗ്ലാസ്, ആ നാരങ്ങ ഇട്ടാൽ വെള്ളത്തിൽ താഴ്ന്നു പോകണം, ആ രീതിയിലായിരിക്കണം നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലുപ്പം. അങ്ങനെ എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു നാരങ്ങ ഇടുന്ന സമയത്ത് ഇട്ട വശം ചിലപ്പോൾ താഴ്ന്നു പോവുമായിരിക്കും എന്ന് കരുതി വെള്ളത്തിലിട്ടു അത് താഴ്ന്നു പോയി ഉടനെ അയ്യോ നെഗറ്റീവ് എനർജി, അങ്ങനെ പേടിക്കണ്ട. എന്ത് ചെയ്യണം, വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ആ വെള്ളത്തിൽ അത് കിടക്കാൻ അനുവദിക്കുക. ആ 2-3 മിനിറ്റ് സമയം വെള്ളത്തിൽ കിടക്കുമ്പോൾ സപ്പോസ് ആ നാരങ്ങ ആ വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്, പൊന്തി വരികയാണ് എങ്കിൽ നിസ്സംശയം നിങ്ങളുടെ വീട്ടിനുള്ളിൽ യാതൊരു നെഗറ്റീവ് എനർജി ഇല്ല എന്ന് ഉറപ്പിച്ചോളൂ. ചിലപ്പോൾ ഒക്കെ കാറ്റിൻ്റെ, ചിലപ്പോൾ ജനൽ തുറന്ന് കിടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കാറ്റ് പോകുന്നതായിരിക്കാം. കാറ്റിന് ചിലപ്പോൾ വാതിൽ ഏതെങ്കിലും നന്നായി അടയ്ക്കാത്ത അടയുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അതിനനുബന്ധമായി ഉണ്ടാകുന്ന ചലനം കൊണ്ട് ഡോറ് തുറന്നേക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പേടിച്ചു പോകുന്ന പലരെ അവർ പറയണത് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇതൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ. ചോദിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ സെയിം ആവാറുണ്ട്. അതുകൊണ്ട് എല്ലാത്തും ഈ നെഗറ്റീവ് എനർജി എന്ന് പേടിക്കേണ്ട. നിങ്ങൾക്ക് അഥവാ ഇത്തരത്തിൽ വ്യക്തമായ അനുഭവം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങളിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഡോറ് ശരിക്കും അടച്ചിട്ടുണ്ട്, അവിടെ ഒന്നും ഇല്ലായിരുന്നു, കാറ്റ് വരാനുള്ള സാധ്യതയില്ല, ഒന്നുമില്ല, എന്നിട്ടും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിലിട്ട് നോക്കിയാൽ നമുക്കതിനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ നേരെ താഴ്ന്നു കിടക്കുക തന്നെയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ വെള്ളത്തിനുള്ളിൽ നാരങ്ങ താഴ്ന്നു തന്നെയാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ കാര്യം ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. അതല്ല നാരങ്ങ വെള്ളത്തിൽ പൊന്തി നടക്കുകയാണ് എങ്കിൽ ഇല്ല എന്ന് ഉറപ്പിക്കാം. എന്നാൽ പിന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച നാരങ്ങ അപ്പം തന്നെ എടുത്ത് മാറ്റണോ? വേണ്ട, ഇട്ട് വെച്ചോളൂ, നല്ലതാണ്. ഞാൻ പണ്ടും ഈ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും കാണാറുണ്ട്, അധികം ഷോപ്പുകളിലും ഒരു കുപ്പി ഗ്ലാസ്സിനുള്ള ഒരു നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചില ഷോപ്പിൽ അത് താഴ്ന്നു കിടക്കുന്നുണ്ടാവും, ചില ഷോപ്പിൽ അത് പൊന്തി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ എനർജിയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് താഴ്ന്നു കിടന്നാലും പൊന്തി കിടന്നാലും വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ഇനി സപ്പോസ് ആരെങ്കിലും കയറി വരുമ്പോൾ വീട്ടിൽ പലർക്കും ഉണ്ടല്ലോ നല്ല ഭംഗിയാക്കി വെച്ച സാധനം കാണുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആ സാധനം കേടാവുന്നതൊക്കെ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ദൃഷ്ടിദോഷമുള്ളവർ വരികയാണെങ്കിലും നിങ്ങൾ വരുമ്പോൾ കാണത്തക്ക രീതിയിലാണ് ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചതെങ്കിൽ ഒരു സംശയവും വേണ്ട, അവരാദ്യം ദൃഷ്ടി പോവുക ഇതിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ അത്തരത്തിലുള്ളതായിട്ടുള്ള ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടും. അതൊരു നല്ല കാര്യമല്ലേ, അതുകൊണ്ട് ഇട്ട് വെച്ചോളൂ. ഇനി അഥവാ താഴ്ന്നു കിടക്കുക എന്ന് വിചാരിക്കുക, എന്നാൽ 2 കാര്യങ്ങൾ കൂടെ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് നെഗറ്റീവ് എനർജീനെ കുറയ്ക്കാനുള്ള സാധനമായിട്ട് മാറും. നിങ്ങൾ ആ ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കല്ലുപ്പ്, സാധാരണ കല്ലുപ്പ്, പൊടിയുപ്പല്ല ഇടേണ്ടത്, കുറച്ച് കല്ലുപ്പും കുറച്ച് കടുകും ആ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. എന്നാൽ അധികം വൈകാതെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി വരികയാണെങ്കിൽ അത് വലിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ക്ഷമത ആ കടുകിനും ഉപ്പിനും നാരങ്ങയ്ക്കും ഉണ്ട്. അപ്പോൾ മനസ്സിലാവുക എങ്ങനെയാണ് ഇത് ഇപ്പോൾ വലിച്ചെടുത്ത് കഴിഞ്ഞോ ഇനി ഉണ്ടോ എന്നറിയാൻ മനസ്സിലാവുക എങ്ങനെയാണ്. ഈ നാരങ്ങയുടെ മേലെ ഒരു വെള്ള നിറത്തിൽ പൊടി പോലൊരു കോട്ടിങ് വരിക, അല്ലെങ്കിൽ അത് വളരെ വേഗത്തിൽ കേടാവുക, ഇട്ട് വെച്ച വെള്ള നിറമായി മാറുക, ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മനസ്സിലാക്കുക അത് വലിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് നാരങ്ങേനെ മുറിച്ച് എവിടെയെങ്കിലുമൊക്കെ വേറെ ആരും അടുത്ത് ഉപയോഗിക്കാത്ത രീതിയിൽ
കാരണം നമ്മൾ നെഗറ്റീവ് എനർജിയൊക്കെ അട്രാക്ട് ചെയ്തിട്ട സാധനം പുറത്ത് അങ്ങനെ കൊണ്ട് ഒഴുക്കി കളയുമ്പോൾ ആരെങ്കിലും കണ്ടിട്ട് നല്ല നാരങ്ങയാണ് വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഏതെങ്കിലും പാവങ്ങൾ എടുത്ത് അവർക്ക് എഫക്റ്റ് ആവരുതല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് നാലാക്കി മുറിച്ചിട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടോ പല സ്ഥലത്തെത്തിക്ക് പല കഷ്ണങ്ങൾ വലിച്ചെറിയുക. അപ്പോൾ കഷ്ണമായി കിടക്കുന്നതായിട്ടുള്ള നാരങ്ങ ആരും എടുക്കില്ലല്ലോ. അപ്പോൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ. പിന്നെ ആ വെള്ളം ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ ഒഴിക്കരുത്. നിങ്ങൾ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിനെ ഒഴിവാക്കി കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജീനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സന്ധ്യയ്ക്ക് ഒന്നുകിൽ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് കുന്തിരിക്കം പുകയ്ക്കും, സാമ്പ്രാണി പുകയ്ക്കും. ഇങ്ങനെയുള്ള പുക ഉണ്ടാക്കുന്നത് അത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. സുഗന്ധം എന്തായാലും പോസിറ്റീവ് അല്ലേ? അപ്പോൾ സുഗന്ധം ഉണ്ടാവുന്ന രീതിയിൽ സന്ധ്യാസമയത്ത് നമുക്ക് പുകയ്ക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഇതൊരു പരിധി വരെ നെഗറ്റീവ് എനർജീനെ കുറയ്ക്കാൻ സാധിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പുകയ്ക്കുന്ന സമയത്തും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈലി പവർഫുൾ ആയിരിക്കുന്ന പോസിറ്റീവ് എനർജീനെ ഉണ്ടാക്കാനും അത് അഥവാ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ, ഇനി ഞാൻ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം, സങ്കല്പങ്ങൾ കൊണ്ടാണല്ലോ വൈബ്രേഷൻ ഉണ്ടാവുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു മുറിയിലിരുന്ന് വിഷമിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിക്കൂ, പുറമെന്ന് വന്ന ആരുമല്ല, വേറൊരു നെഗറ്റീവ് എനർജിയും അല്ല, എൻ്റെ വീട്ടിൽ ഒരു സിറ്റുവേഷൻ മോശമായത് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് ഒരു മുറിയിലിരുന്ന് നിരന്തരം ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ എനർജി എന്തായിരിക്കും? പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? അത് നെഗറ്റീവ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലും നെഗറ്റീവ് എനർജി ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളതായിരിക്കുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സന്ധ്യസമയത്ത് നിങ്ങൾക്ക് പുകയ്ക്കാൻ പറ്റിയാൽ അത് നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുകയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്, പുകയ്ക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ നമ്മുടെ സെൻട്രൽ ആശ്രമത്തിൽ ചെയ്യാറ് ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലുണ്ടാക്കിയിട്ട് ഒരു മൺചട്ടി, നമ്മുടെ സെൻറ്ററിൽ കറി വെക്കാൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു വിള്ളൽ വന്ന മൺചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടീനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ചട്ടിയുടെ ഉള്ളിൽ കുറച്ച് ചിരട്ട കത്തിച്ച് നല്ല കരി ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ സാമ്പ്രാണി അല്ലെങ്കിൽ കുന്തിരിക്കം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒന്ന് നമുക്ക് ബേ-ലീഫ്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഒരു ഇലയുണ്ടല്ലോ അതിന്, അല്ലെങ്കിൽ ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി, കർപ്പൂരം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പുകയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഇടുമ്പോഴുള്ള സുഗന്ധം തന്നെ അത്രയും ഒരു എന്താ പറയുക, സ്ട്രോങ് പോസിറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനെ കുറച്ച് പുകയുണ്ടാക്കിയിട്ട് ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് വേണം പുകയ്ക്കാനായിട്ട്, അടച്ചിട്ടിട്ടല്ല. ജനലും വാതിലൊക്കെ തുറന്നു വെച്ചിട്ട് സന്ധ്യാസമയത്ത് സൂര്യാസ്തമനം കഴിഞ്ഞ ഉടനെ സമയത്ത്, അതായത് ഇരുട്ട് പരന്ന് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഈ പുക കാണിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കുന്നതായിരിക്കുന്ന ശബ്ദമോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് നിങ്ങളിങ്ങനെ പുകയ്ക്കുകയാണെങ്കിൽ രാത്രി ഇത്തരം ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ഇതിനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റിൽ വന്ന് പറയണം. ഇനി അഥവാ നിങ്ങൾക്കിത് ചെയ്തിട്ടും നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കൂ. നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന അടുത്ത സജഷൻ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരുടെ നിരന്തരമായിരിക്കുന്ന സങ്കടത്തിന് ഒരു പരിഹാരമാവണമെന്ന് കരുതിക്കൊണ്ടാണ് ഒരിക്കൽ കൂടി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഓം ശാന്തി. നിങ്ങളുടെ വീട്ടിലെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതായിട്ട് സുഖവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ഒരു കുടുംബമാവട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.